സ്റ്റേഷന്റെ നേതൃത്വത്തിൽ മൺസൂൺ കാല അപകട മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഫയർ സ്റ്റേഷനിലെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കാര്യക്ഷമമാണെന്ന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ഉറപ്പുവരുത്തി. മൺസൂണിന്റെ വരവിന് മുമ്പ് തന്നെ മഴ ശക്തമായ സാഹചര്യത്തിൽ ജലാശയങ്ങളിൽ അപകട സാധ്യത വർദ്ധിക്കുകയാണ്. ഇത് കണക്കിലെടുത്ത് ജലാശയങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതിന്റെ പ്രവർത്തന രീതികളും പൊതുജനങ്ങൾക്കായി ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മീഡിയ എക്സ്പ്ലൈനറിലൂടെ വിവരിച്ചു നൽകി. മരങ്ങൾ കടപുഴകി റോഡ് ഗതാഗതം തടസ്സപ്പെട്ടാൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളും ഇരുമ്പ് കമ്പി പോലുള്ള ലോഹങ്ങൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ പരിചയപ്പെടുത്തി. മണ്ണിടിച്ചിൽ പ്രദേശങ്ങളിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഏത് അടിയന്തര ഘട്ടങ്ങളിലും സേനയുടെ സേവനം ലഭ്യമാണെന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായർ പറഞ്ഞു. ഈ വർഷത്തെ മൺസൂൺ കാലവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവിധ സന്നാഹങ്ങളും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ മൺസൂണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൺസൂൺ മഴയ്ക്ക് മുമ്പായി തന്നെ വലിയ തോതിലുള്ള മഴ ഉണ്ടാവുകയും പട്ടണ പ്രദേശങ്ങളായ പല സ്ഥലങ്ങളും ഫ്ലാഷ് ഫ്ലഡ് മൂലം വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുകയാണ്. അപ്പോൾ അധികമായ ജലം നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പുതിയ മൺസൂൺ കേരളത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത. റെസ്ക്യൂ സർവീസസ് കൂത്താട്ടുകുളത്തിൻ്റെ അഭിമുഖത്തിൽ നല്ല ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. മരങ്ങൾ കടപുഴകി വീണ് കഴിഞ്ഞാൽ ജനങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ അറിയിക്കേണ്ടതാണ്. അത് എല്ലാവിധ സജ്ജീകരണങ്ങളും ഫയർ സർവീസ് ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ദുരന്ത നിവാരണ സംവിധാനം, കേരളത്തിലെ ദുരന്ത നിവാരണ സംവിധാനം ഇത്തരം കാര്യങ്ങളിൽ വളരെ അതീവ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. അത് ഏത് അപകടങ്ങളെ സംബന്ധിച്ച് വെള്ളപ്പൊക്കമായാലും മറ്റ് ദുരന്തങ്ങളായാലും മണ്ണിടിച്ചിലായാലും ഒക്കെ നമ്മൾ സേനയെ വിളിക്കേണ്ടതുണ്ട്. അപ്പോൾ ചില മണ്ണിലിടിച്ചിൽ പ്രദേശങ്ങളുണ്ട്, റോക്ക് അവലാഞ്ചി പോലെ നടക്കുന്ന. റോക്ക് അവലാഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുരുണ്ട് വീഴുന്ന, അത്യധികമായ മഴ പെയ്യുമ്പോഴത്തേക്ക് കല്ലിൻ്റെ അടിയിലുള്ള മണ്ണ് വേർപെട്ട് പോവുകയും കല്ല് ഉരുണ്ട് വീഴുന്ന ആറൂർ ടോപ്പ് പോലുള്ള സ്ഥലങ്ങൾ വളരെ അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കൂത്താട്ടുകുളത്തിൻ്റെ കീഴിൽ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ അതീവ ശ്രദ്ധ ചെലുത്തുവാനായി, ജാഗ്രത ചെലുത്തുവാനായി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു ദുരന്തത്തെയും നേരിടുന്നതിന് വേണ്ടി സന്നദ്ധ സേനകളെ രൂപീകരിച്ചിട്ടുണ്ട്. സന്നദ്ധ സേനകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സിവിൽ ഡിഫൻസ് ഉണ്ട്, ആപദാമിത്ര അംഗങ്ങളുണ്ട്. സിവിൽ ഡിഫൻസിൻ്റെ 50 അംഗങ്ങളാണുള്ളത്. ആപദാമിത്രയുടെ 20ഓളം അംഗങ്ങൾ കൂത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ്റെ പരിധിയിലുള്ള പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മൾ സന്നദ്ധ സേനകളെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി കഴിഞ്ഞ വർഷം തന്നെ രൂപീകരിച്ചു. അതോടൊപ്പം തന്നെ വെളിയന്നൂർ പഞ്ചായത്തിലും കഴിഞ്ഞ വർഷം രൂപീകരിച്ചു. ഇലഞ്ഞി പഞ്ചായത്തിൽ ഇപ്പോൾ അടുത്ത് രൂപീകരിച്ചു. ഇന്നേ ദിവസം ഉഴവൂർ പഞ്ചായത്തിൽ രൂപീകരിച്ചു. ഇന്നലെ തിരുമാറാടി പഞ്ചായത്തിൽ രൂപീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന പരിശീലനങ്ങൾ നൽകിയിരിക്കണം. അവിടെയൊക്കെ ഇംപ്രവൈസ്ഡ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പുതിയ മെത്തേഡാണ് നമ്മൾ അവലംബിച്ചിട്ടുള്ളത്. കാരണം ലഭ്യമായ ഉപകരണങ്ങൾ കൊണ്ട് ദുരന്തങ്ങൾ നേരിടുക. വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായി നമ്മുടെ സേനയ്ക്ക് എല്ലാ സ്ഥലത്തും എത്താൻ സാധിക്കില്ല. ഈ അടുത്ത് തന്നെ നമുക്കൊരു 2 ആഴ്ച മുമ്പുണ്ടായ ഒരു ദുരന്തം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മരങ്ങൾ പല സ്ഥലത്ത് വീഴുകയുണ്ടായി. അപ്പോൾ നമ്മൾ സേനയെ തന്നെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് 2 വിഭാഗമായി തിരിഞ്ഞുകൊണ്ട് നമുക്ക് ആവശ്യമായ മരം വെട്ടുന്ന ഉപകരണങ്ങളും മറ്റും ലഭ്യമായ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പരമാവധി അന്ന് രാത്രി മുഴുവൻ, രാത്രി 2 മണി വരെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് പ്രധാനപ്പെട്ട റോഡുകളുടെ ഗതാഗത തടസ്സങ്ങൾ നീക്കം ചെയ്യും, റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പിറ്റേ ദിവസവും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത്, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായും നമ്മുടെ സേനയ്ക്ക് എല്ലാ സ്ഥലത്തും എത്തപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ അത്തരം എത്തപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സന്നദ്ധ സേനകളെ രൂപീകരിച്ചിരിക്കുന്നത്. ലോകത്താകമാനമുള്ള ഈ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തന മേഖല വളരെ ശക്തമായ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ രക്ഷാപ്രവർത്തന മേഖലയും കേരളത്തിലെ രക്ഷാപ്രവർത്തന മേഖലയും വളരെ രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് മുന്നേറാനായി സാധിച്ചിട്ടുണ്ട്. ഏത് അപകടങ്ങൾക്കും 101 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. മൺസൂൺ കാല അപകടങ്ങളിൽ അതിവേഗത്തിൽ പ്രാദേശികമായി ഇടപെടുന്നതിനായി
കൂത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ വെളിയന്നൂർ, പാലക്കുഴ, ഇളഞ്ഞി, തിരുമാറാടി, ഉഴവൂർ പഞ്ചായത്തുകളിൽ സന്നദ്ധ സേനകൾക്ക് പരിശീലനം നൽകി വരികയാണ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം.